സ്കൂളിൽ നിർബന്ധമാക്കണം. ഏതൊരു വിദ്യാലയത്തിൽ നമ്മുടെ ഒരു പോലീസുകാരന് ആ പോലീസുകാരന് സർക്കാരിന് ഒരു തീരുമാനമുണ്ട്, ഇന്ന യൂണിഫോമാണ് എല്ലാവരും ഇടാൻ പാടുള്ളൂ. അവിടെ മുസ്ലിം ഉണ്ടാവും, ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടാവും, ഹിന്ദു മതവിശ്വാസികൾ ഉണ്ടാവും. പോലീസിനൊക്കെ ഒറ്റ യൂണിഫോമാണ്. നാളെ ഈ മുസ്ലിം മതത്തിന്റെ ആൾക്കാർ പറയുന്നത് ഞങ്ങളെ തിരിച്ചറിയാൻ പോലീസിനൊരു കുപ്പായം, ഞങ്ങളുടെ കുപ്പായം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നാളെ ക്രിസ്തുമത വിശ്വാസികളും പറയുന്നു ഞങ്ങളെ മതത്തിനൊരു കുപ്പായമുണ്ട്, അതേ പോലീസുകാർ ഇടണം. ഇത് കാണുമ്പോൾ ഹിന്ദു മതക്കാരും വിചാരിക്കും അങ്ങനെയൊക്കെ അവർക്ക് ആവാന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഈ ഇടതുപക്ഷ സർക്കാർ, മതേതര സർക്കാർ കേരളത്തെ മതപരമായി വിഭജിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവെന്താണെന്ന് അറിയുമോ? കേരളത്തിലെ എം.എൽ.എമാരിലെ മന്ത്രിമാരിലെ ഏറ്റവും കഴിവുകെട്ട ഒരു തെമ്മാടിയാണ് വിദ്യാഭ്യാസ മന്ത്രി. എന്താണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ മാതൃക പറയാൻ പറ്റുമോ? വിദ്യാഭ്യാസ മന്ത്രിയാണോ അദ്ദേഹം? തനി കവലച്ചട്ടമ്പിയാണ്. നമ്മൾ കണ്ടതല്ലേ നിയമസഭക്കകത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ UDF അവിടെ ഒരു ബാനർ പിടിച്ചുകൊണ്ട്, സ്പീക്കറെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സമരം നടത്തി. ആ സമരം നടത്തിയപ്പോ ശിവൻകുട്ടി എഴുന്നേറ്റ് പറയണ് ഇത് ശരിയല്ല, ഇത് പ്രതിപക്ഷം കാണിക്കുന്നത് ശരിയല്ല എന്ന്. ബാനർ പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല, കേറി തല്ലിപ്പൊളിക്കണമെന്നാണ് അദ്ദേഹം പറയണത്. അദ്ദേഹം അതാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കാണിക്കുന്നത് തന്നെയാണ് അവരുടെ അവരുടെ രാഷ്ട്രീയത്തിലുള്ള SFI കാണിക്കുന്നത്. ഗുണ്ടായിസമല്ല കോളേജില് അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾ SFI ഗുണ്ടായിസമല്ല. ആരെ കണ്ടിട്ടാണ്? ഇവരെ പോലത്തെ മന്ത്രിമാരെ കണ്ടിട്ടാണ് ആ ഒരു തലമുറ വരുന്നത്. നമുക്ക് വാസ്തവത്തില് CPM വരുന്നു എന്ന് പറഞ്ഞാൽ, CPMന്റെ പ്രകടനം വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയമാണ്. ശരിയല്ല? CPM ഒരു പിരിവിന് വന്ന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയമാണ്. കാരണം കൊടുത്തില്ലെങ്കിൽ പക എപ്പോ ഉണ്ടാകും, നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതാണ് കേരളം. അത്തരത്തിലേക്ക് കേരളത്തിലെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കൂടാതെയാണ് വിദ്യാർത്ഥികളിൽ പോലും മതപരമായ ഒരു സ്കൂളില് മതമില്ലാത്ത വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോ, ഒരു മാനേജ്മെന്റ് അതിന് സംവിധാനം ഉണ്ടാക്കുമ്പോ മതം തിരിഞ്ഞ കുട്ടികളെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മതേതര സർക്കാരുകൾ മാറുന്നു. ഞാനിത് പറഞ്ഞത് ഇത് രാഷ്ട്രീയ ഇവിടെ ഇത് പറയേണ്ടതല്ല, ഈ യോഗം അതിനല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് ഇവിടെ നമുക്ക് വിജയിക്കണം. അതിന് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ചില വിഷയങ്ങള് നിങ്ങളുടെ മനസ്സിൽ കണ്ടുമറഞ്ഞ് വാർത്തയിലൂടെയും ചാനലിലൂടെയും TV-യിലടക്കം നിങ്ങൾ കണ്ടുമറന്നു പോയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. നമ്മളിത് ആരോട് പറയണം? ഇവിടെ വോട്ടർമാരോട് പറയണം. ഈ രാജ്യത്തെ വോട്ടർമാരോട് നമ്മൾ പറയണം, ഈ രാജ്യം വലിയ അപകടത്തിലേക്കാണ്. കാരണം ഇത്തരത്തില് ഭരണത്തിലിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭരണനയങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ക്രിസ്തുമത വിശ്വാസികൾ ഒരുമിക്കും, ഹിന്ദു മതവിശ്വാസികൾ ഒരുമിക്കും, ഇസ്ലാം മതവിശ്വാസികൾ ഒരുമിക്കും. ഇവര് മൂന്നും മതപരമായി ഒരുമിച്ചാൽ മത്സരം നടക്കും, മതപരമായ മത്സരം നടക്കും. ഞാനിപ്പോ മിക്കവാറും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിചയമില്ലാത്ത യാത്ര പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും. ആദ്യം അവർ പേര് ചോദിക്കും. പേര് ചോദിച്ചാൽ അവർക്ക് പേരിൽ അനിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ അത് മുസ്ലിം ആണോ എന്ന് അവർ അറിയാൻ വേണ്ടി അച്ഛന്റെ പേര് ചോദിക്കും. മനസ്സിലായോ? ഓരോ മനുഷ്യന്റെ മനസ്സിലേക്കും മതം എത്രമാത്രം കയറി എന്നുള്ളതാണത്. യാത്രയിൽ പോലും തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് മതപരമായ ചിന്ത വളർത്തിയത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകള്. നമുക്കറിയാം കൊച്ചിയിലെ ആ സ്കൂളിലുണ്ടായ വിഷയത്തിന് ആ കുട്ടിയുടെ പിതാവിന്റെ ഒപ്പം കൂടെ വന്നത് ആരാണെന്നറിയാമോ? ഈ രാജ്യത്തെ മത തീവ്രവാദ സംഘടനയുടെ നേതാവാണ് ആ പിതാവിന്റെ ഒപ്പം. അപ്പൊ ലക്ഷ്യം മനസ്സിലായില്ലേ? 4-ാം ദിവസം നമ്മുടെ ഷോൺ ജോർജ് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, അതായത് സർക്കാർ ഹൈക്കോടതി വിധി ഇവിടത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് കൽപ്പിച്ചപ്പോ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് കരമടച്ചു കൊടുക്കുവാൻ വേണ്ടി വില്ലേജിലൊക്കെ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം കഴിഞ്ഞിട്ട് പോണ വഴിയിലാണ് ഷോൺ ജോർജ് എവിടെ കയറിയത്? ആ സ്കൂളിൽ കയറിയത്. അപ്പൊ പറഞ്ഞു, ഇവിടെ MLA ഉണ്ടല്ലോ, MP ഉണ്ടല്ലോ, മന്ത്രി ഉണ്ടല്ലോ, ആരെങ്കിലും വന്നോ?
ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചിട്ട് ആരും വന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാലോ, വഖഫ് വിഷയത്തില് പാർലമെന്റിൽ പോയി ബഹളം ഉണ്ടാക്കിയത് ആരാണ്? പാർലമെന്റിൽ പോയി ബഹളം ഉണ്ടാക്കിയത് ആരാണ്? ഇവിടുത്തെ എം പിയാണ്. ആർക്ക് വേണ്ടിയാണ് ഒച്ചെടുത്തത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വഖഫിന്റെ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചപ്പോ, BJP തീരുമാനിച്ചപ്പോ ആരെ എതിർത്തത്? ആരെ ഇവിടുത്തെ ഇതിനെ എതിർത്തത്? നിങ്ങൾ വോട്ട് ചെയ്ത് പറഞ്ഞു വിട്ടവര് എന്താ ചെയ്തത്? ആദ്യം അവർ ചെയ്തതെന്ന് വെച്ചാല് കേരളത്തിലെ 140 MLA ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടതിനും വലതിനും കൂടി പ്രമേയം പാസാക്കി. പാർലമെന്റില് ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല. എന്ത്? ഇവിടുത്തെ ജനങ്ങൾക്ക് അത് പാസാക്കിയാൽ ഭൂമി സ്വന്തമാകും. അത് പാടില്ല. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ആരുടെ വോട്ടിന് വേണ്ടിയാണെന്ന് അറിയാമോ? ബഹുഭൂരിപക്ഷം വരുന്ന സംഘടിതമായ ഒരു വോട്ട് അവരുടെ പെട്ടിയിലേക്ക് വീഴ്ത്തുന്നതിന് വേണ്ടിയ രാഷ്ട്രീയ തന്ത്രമാണ് ആ പ്രമേയം. 140 MLA ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു. മാത്രമല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ, നിയമസഭക്കകത്ത് ലീഗിന്റെ ഒരു MLA ചോദിക്കുകയാണ്, മുനമ്പത്ത് കയ്യേറിയ വഖഫ് ഭൂമി കയ്യേറിയ ജനങ്ങളെ അതിൽ നിന്നും എന്ന് ഒഴിവാക്കി തരുമെന്ന് ലീഗിന്റെ MLA നിയമസഭയിൽ മന്ത്രിയോട് ചോദിക്കുകയാണ്, ന്യൂനപക്ഷ മന്ത്രിയോട് ചോദിക്കുകയാണ്. അപ്പൊ ആ ന്യൂനപക്ഷ മന്ത്രി ആരാണ്? ഇടനന്റെ മന്ത്രിയാണ്. ചോദിക്കണ മന്ത്രിയാണ്, വലതിന്റെ MLA ആണ്. ചോദിക്കണ എന്താണ്? ഇവിടത്തെ കയ്യേറിയ ഭൂമിയിലെ വഖഫിന്റെ കയ്യേറിയ ഭൂമി ആരാ കയ്യേറിയത്? നിങ്ങൾ കയ്യേറി, അത് നിങ്ങളെ എപ്പോ കുടിയൊഴിപ്പിക്കും എന്ന് ചോദിക്കുകയാണ് ലീഗിന്റെ MLA നിയമസഭക്കകത്ത്. അപ്പൊ ഇടതിന്റെ മന്ത്രി പറയാണ്, അത് വഖഫ് ഭൂമിയാണ്, അത് തിരിച്ചു പിടിക്കും. പറഞ്ഞതാരാണ്? ഇടതിന്റെ മന്ത്രി. അവരാണ് വന്ന് ഈ കാപ്പറ്റ്യം നടത്തുന്നത്. ഇവിടെ അവരാണ് കാപ്പറ്റ്യം നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രകടനമോ സമ്മേളനമോ മീറ്റിംഗ് ഒക്കെ നടത്തി. ഒരൽപ്പം പോലും സത്യസന്ധതയുണ്ടോ നടത്തിയതിന്? ഇവര് സത്യസന്ധതയുള്ള ഭരണമാണ് സർക്കാരാണെങ്കിൽ ഹൈക്കോടതി വിധിച്ചതിന് പിറ്റേ ദിവസം ഓർഡർ ഉണ്ട്, ഉത്തരവിടണ്ടേ? ആ കടപ്പുറത്തെ 640 610 കുടുംബങ്ങൾക്ക് കരമടച്ച് അവരുടെ ഭൂമി സ്വന്തമാണെന്ന് തെളിയിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിടണം. പിണറായി ഉത്തരവിട്ടോ? പിണറായി ഉത്തരവിട്ടിട്ടില്ല. ഇത്ര ദിവസമായി പിണറായി ഒരു ഉത്തരവ് ഇട്ടിട്ടില്ല. എന്താണ് കാര്യം? ആ ഉത്തരവിനെതിരെ അതിന്റെ വഖഫിന്റെ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ കള്ളന്മാര് സുപ്രീം കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിക്കാനുള്ള സാവകാശം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇത് പിണറായി പറഞ്ഞ വാക്ക് പാലിച്ചു, ഇടത് സർക്കാർ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞാൽ കരമടച്ച് കൊടുക്കണമെന്നേ. അതിൽ സത്യസന്ധത. കരമടച്ച് കൊടുക്കണം. ഇവര് കരമടച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് അതിന്റെ അവകാശം പൂർണ്ണമായി കിട്ടണം. ഇപ്പൊ നിങ്ങള് സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ വാടക കൊടുക്കാത്ത വീട്ടുകാരായിട്ട് താമസിക്കുകയാണ്. സ്വന്തം വീടാണ്, പക്ഷെ വായ്പ ലോൺ എടുക്കാൻ പറ്റില്ല. സ്വന്തം വീടാണെന്ന് പറയാൻ പറ്റില്ല. ഒന്നും നടക്കില്ല. വാടക കൊടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? വാടക കൊടുക്കണ്ട. നമ്മുടെ വീടാണോ? അല്ല. അവിടെ ആവണമെങ്കിൽ നമ്മളുടെ ഈ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ നമ്മുടെ കയ്യിലാണ്. ആ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കാതെ പൊട്ടന്മാരാക്കാതെ വിഡ്ഢികളല്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല കേട്ടോ, മുനമ്പത്തെ 610 കുടുംബങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല പാർലമെന്റിൽ BJP ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് കുടുംബങ്ങള് ഇന്ത്യക്കകത്ത് ഇതേ അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങള്, വലിയ വലിയ ക്ഷേത്രങ്ങള്, വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികളൊക്കെ വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടുത്തെ കോടതി ഇടപെടില്ല, അവിടുത്തെ റവന്യൂ വകുപ്പ് ഇടപെടില്ല. എന്നാണ് ഭൂമി തെളിയിക്കേണ്ടത് ആരാണ്? ആ ഭൂമി താമസിക്കുമെന്ന് തെളിയിക്കണം. എല്ലാ രേഖകളുമായിട്ട് എവിടെ പോകണം? വില്ലേജിൽ പോയി എടുക്കില്ല, കോടതി പോയി എടുക്കില്ല. അവരുടെ ട്രൈബ്യൂണൽ കോടതി പോയാൽ മാത്രമേ അവര് പരിശോധിച്ചിട്ട് ഞാൻ ഒരു ഭൂമി അവകാശപ്പെടും, എനിക്ക് അവകാശമില്ല, പക്ഷെ ഞാൻ ഭൂമി അവകാശപ്പെടും, എന്റെ ഭൂമിയാണെന്ന് തെളിയിക്കണം. എന്റെ അടുത്ത് തന്നെ വന്ന നിങ്ങൾ ആര്? ഇത് എന്റെ അല്ലെന്ന് തെളിയിക്കാൻ എന്റെ അടുത്ത് വന്ന് അനുവാദം ചോദിക്കണം. എങ്ങനെയുണ്ട് നിയമം? ആരായി നിയമം ഉണ്ടാക്കി കൊടുത്തത്?
ഈ നിയമം ഉണ്ടാക്കി അവർക്ക് കൊടുത്തതാരാണ്? കാലങ്ങളായിട്ട് 10-70 കൊല്ലം ഈ രാജ്യം ഭരിച്ച കള്ളന്മാരായ കോൺഗ്രസ്സുകാര്.